ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് എത്തിക്കഴിഞ്ഞു. 3 രാഷ്ട്രീയ പാർട്ടികളും കളം പിടിക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പിനെ ഏതുവിധേനയും തങ്ങൾക്ക് അനുകൂലമാകുന്ന തരത്തിലേക്ക് മാറ്റിമറിക്കുവാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 19 UDF വിജയിച്ചത് LDFിനെ സംബന്ധിച്ച് വലിയ ഒരു ഇടിവ് തന്നെയായിരുന്നു. കണ്ണിലൊരു തരിമതി എന്ന വാക്യമൊക്കെ ഉപയോഗിച്ചിരുന്നു എങ്കിലും LDF നേരിട്ട തിരിച്ചടി വല്ലാത്ത ഒരു തിരിച്ചടി തന്നെയായിരുന്നു. കാസർഗോഡും ആറ്റിങ്ങലും പാലക്കാടും അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളെല്ലാം തന്നെ UDF പക്ഷത്തേക്ക് മറിഞ്ഞത് LDFിനെ സംബന്ധിച്ച് വലിയ ക്ഷീണം തന്നെയാണ് ഉണ്ടാക്കിയത്. ആലപ്പുഴ മാത്രമാണ് LDFിനോടൊപ്പം ചേർന്ന് നിന്നത്. അതായത് ആകെ ലഭിച്ചത് ഒരു സീറ്റ്. ബാക്കി LDFിൻ്റെ സീറ്റുകളെല്ലാം തന്നെ നഷ്ടമാവുകയായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ആകുവാൻ പാടില്ല. 20-ൽ 20 സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ പോലും നിലവിലുള്ള ആലപ്പുഴ അടക്കം നിലനിർത്തിക്കൊണ്ട് 10-ൽ കൂടുതൽ സീറ്റുകൾ നേടണം എന്ന ഉദ്ദേശ ലക്ഷ്യത്തിലാണ് LDF ഉള്ളത്. ദേശീയ പാർട്ടി എന്ന ഒരു പദവി നഷ്ടപ്പെടാതിരിക്കുവാനും ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് LDFിനെ സംബന്ധിച്ചിടത്തോളം. കൂടാതെ 5 സീറ്റെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ പാർട്ടിക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPMന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് ജനങ്ങൾക്കിടയിൽ വലിയ വിരോധപരമായ ഒരു സ്വഭാവം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ ജനവിരുദ്ധ വികാരത്തെ ചെറുത്തു നിൽക്കുവാൻ കഴിയുന്ന ഒരു വിജയം കൂടിയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 5 സീറ്റുകളെങ്കിലും ഇടതുപക്ഷത്തിന് ലഭിച്ചാൽ എന്ന് നിസ്സംശയം പറയാം. അതായത് ജനങ്ങൾ ഇപ്പോഴും ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്നു, ജനങ്ങൾ ഇപ്പോഴും ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്നു എന്ന് വിജയം കൈവരിച്ചാൽ LDFിന് പറയുവാൻ സാധിക്കും. ഈ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കുറേ നാളുകളായി ഇടതുപക്ഷം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ ലീഗിനെ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർത്ത് നിർത്തുവാൻ പല തന്ത്രങ്ങളും പയറ്റുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ കാര്യമാണ് കോൺഗ്രസിനോട് മുസ്ലിം ലീഗ് 3-ാം സീറ്റ് ആവശ്യപ്പെട്ട കാര്യം. എന്നാൽ ആദ്യഘട്ടം മുതലേ അതിന് ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് 2 സീറ്റിൽ തന്നെ നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ. 3-മതൊരു സീറ്റ് നൽകുവാൻ സാധിക്കില്ല. ലീഗ് സ്വാഭാവികമായും 3-മതൊരു സീറ്റ് അർഹരാണ്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ നൽകുവാൻ സാധിക്കില്ല. പകരം രാജ്യസഭാ സീറ്റ് നൽകാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. തുടർന്ന് ലീഗ് കോൺഗ്രസിനോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് മത്സരിക്കുവാൻ പോവുകയാണ്. UDFിൻ്റെ പക്ഷത്ത് നിന്ന് മത്സരിക്കുവാൻ പോവുകയാണ്. ഇതിനു മുമ്പ് പലസ്തീൻ അടക്കമുള്ള നിരവധി വിഷയങ്ങളിൽ ലീഗിനെയും കോൺഗ്രസിനെയും തമ്മിലൊരു വിള്ളലുണ്ടാക്കി അത് ഇടതുപക്ഷത്തിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി EP ജയരാജൻ അടക്കമുള്ള ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ ശ്രമിച്ചിരുന്നു. അത് പ്രത്യക്ഷമായല്ല, പരോക്ഷമായാണ്. അതായത് കോൺഗ്രസിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് ലീഗ് മികച്ചതാണ്, ലീഗാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്ന തരത്തിലേക്കൊക്കെ കോൺഗ്രസിനും ലീഗിനും ഇടയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കിക്കൊണ്ട് ആ വിള്ളലിനെ ഉപയോഗപ്പെടുത്തുക എന്ന തന്ത്രപരമായ നീക്കത്തിൻ്റെ ഭാഗമായി EP ജയരാജൻ അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ പലരും പല തന്ത്രങ്ങളും പയറ്റിയിരുന്നു. ഇപ്പോൾ EP ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് വലിയൊരു പൊളിറ്റിക്കൽ ബോംബാണ് ഇട്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായും 3-മതൊരു സീറ്റ് ആവശ്യപ്പെട്ടിട്ട് ലഭിക്കാതിരിക്കുന്ന ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ മുറിവും വിള്ളലും ഉണ്ടാക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. EP ജയരാജൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ലീഗിന്റെ 3-ാം സീറ്റ് നിഷേധിച്ചതിന്റെ പിന്നിൽ കോൺഗ്രസും RSSും തമ്മിലുള്ള അവിശുദ്ധപരമായ ഒരു കൂട്ടുകെട്ടാണ് എന്ന് EP ജയരാജൻ എന്ന CPIMന്റെ സംസ്ഥാന നേതാവ് പറയുന്നു. RSSുമായി കോൺഗ്രസിന് മതിയായ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അനുകൂലമായി ഭവിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ലീഗിനേക്കാൾ വളരെ ശക്തരായി തങ്ങളോടൊപ്പം നിൽക്കാൻ RSS ഉള്ളപ്പോൾ ലീഗിനെ വേണ്ട രീതിയിൽ പരിഗണിക്കേണ്ട ആവശ്യമില്ല. 2 സീറ്റെങ്കിൽ 2 സീറ്റ് അതിൽ തന്നെ ഒതുക്കി നിർത്തുവാൻ വേണ്ടിയുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായാണ് 3-ാം സീറ്റ് ചോദിച്ചിട്ട് പോലും കോൺഗ്രസിലെ ഏറ്റവും കരുത്തായ ഘടകകക്ഷിയായ കോൺഗ്രസ് ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്ന തരത്തിലേക്ക് വളർന്നു നിൽക്കുന്ന ലീഗിനെ 2 സീറ്റിലേക്ക് ഒതുക്കുക എന്നത് രാഷ്ട്രീയപരമായ തന്ത്രത്തിന്റെ ആദ്യപടിയാണ് എന്ന് EP ജയരാജൻ പറയുന്നു. കൊല്ലത്ത് മാത്രം പേരുള്ള RSPക്ക് 1 സീറ്റ് നൽകുമ്പോൾ മലപ്പുറത്തും പൊന്നാനിയിലും കോഴിക്കോടും അങ്ങനെ കേരളത്തിലെ മലബാർ മേഖലകളിലെല്ലാം ശക്തമായ വേരുള്ള ലീഗിനെ 2 സീറ്റിലേക്ക് ഒതുക്കുന്നത് ശരിയല്ല എന്ന വാദം അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. പിന്നീട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും 2-ൽ കൂടുതൽ സീറ്റുകളിൽ വിജയിച്ചു വരുവാൻ കഴിയുന്ന കരുത്തുള്ള പാർട്ടിയാണ് ലീഗ് എന്ന്. സ്വാഭാവികമായും EP ജയരാജൻ അങ്ങനെ പറയുമ്പോൾ നാളുകൾക്ക് മുമ്പ് ലീഗ് ആവശ്യപ്പെട്ട 3-ാം സീറ്റായി ആവശ്യപ്പെട്ട ചില സീറ്റുകളുണ്ട്. അതൊന്ന് K. സുധാകരൻ്റെ കണ്ണൂർ ലോക്സഭാ മണ്ഡലമാണ്. മറ്റൊന്ന്
കോഴിക്കോടാണ്. രാഘവന്റെ MK രാഘവന്റെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം. മറ്റൊന്ന് വടകരയാണ്, വടകര മുരളീധരന്റെ മണ്ഡലം. അടുത്തത് വയനാട്, അത് സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലം. ഈ 4 മണ്ഡലങ്ങളാണ് നിലവിലുള്ള മലപ്പുറവും പൊന്നാനിയും അല്ലാതെ പിന്നീട് ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സീറ്റ്. വയനാട് കോൺഗ്രസിനേക്കാൾ കരുത്ത് ലീഗിനുണ്ട്. അതുകൊണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി അല്ല എങ്കിൽ തങ്ങളെ മത്സരിപ്പിക്കണമെന്നൊരു ആവശ്യം മുൻപോട്ട് വെക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും വയനാട്ടിൽ ഇക്കുറിയും മത്സരിക്കുവാൻ പോകുന്നത്. രാഹുൽ ഗാന്ധി അതിലൊരു മറുപടിയും പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി മറുപടി പറയാത്തത് കൊണ്ട് തന്നെയാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നത്. KC വേണുഗോപാൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു വലിയൊരു ആശയക്കുഴപ്പം നടക്കുന്നത്. ഇതെല്ലാം പരിഹരിക്കപ്പെടണമെങ്കിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ എന്ന് പറയണം. പക്ഷേ നിലവിൽ 2 സീറ്റ് മതി, രാജ്യസഭാ സീറ്റ് കൂടെ പരിഗണിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് ലീഗ് വന്നതോടുകൂടി വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാലും ഇല്ലെങ്കിലും അത് ലീഗിനെ ബാധിക്കുന്ന വിഷയമല്ല. രാഹുൽ ഗാന്ധി തീരുമാനം അറിയിച്ചിട്ടുമില്ല. അടുത്തത് കണ്ണൂർ ലോക്സഭാ മണ്ഡലമാണ്. KPCC അധ്യക്ഷനായിരിക്കുന്ന K സുധാകരന് ഉടനെ KPCC അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ഭയമുള്ളത് കൊണ്ട് തന്നെ താൻ ഇനിയൊരു തവണ കൂടി ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കണമെങ്കിൽ KPCC അധ്യക്ഷ സ്ഥാനം കൂടി തനിക്ക് നൽകണം എന്നൊരു ആവശ്യം സ്ക്രീനിംഗ് കമ്മിറ്റിയിലടക്കം K സുധാകരൻ വെക്കുന്നുണ്ട്, അത് അറിയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ലീഗ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം ആവശ്യപ്പെടുമ്പോൾ K സുധാകരനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ മത്സരിക്കുവാൻ ആഗ്രഹമേറെയാണ്. KPCC അധ്യക്ഷനായി കൂടി ഇരിക്കുവാനും ആഗ്രഹമേറെയാണ്. ഇനി അതല്ല, KPCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെങ്കിൽ മാത്രമേ കണ്ണൂരിൽ മത്സരിപ്പിക്കൂ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ അതിന് ബദൽ സംവിധാനമായാണ് ജയന്തനെ കളത്തിലിറക്കുന്നത്. K സുധാകരന്റെ വലങ്കയായ KPCC ജനറൽ സെക്രട്ടറിയായ ജയന്തനെയാണ് കളത്തിലിറക്കുന്നത്. പക്ഷേ ജയന്തന് വിജയസാധ്യത കുറവാണ് എന്ന് രമേശ് ചെന്നിത്തലയും VD സതീശനും പറയുന്നത് കൊണ്ട് തന്നെ ഹൈക്കമാൻഡ് ഇടപെട്ട് ജയന്തനെ മാറ്റി നിർത്തി വീണ്ടും K സുധാകരനെ മത്സരിപ്പിക്കുവാനുള്ള ധാരണയിലേക്ക് എത്തുമ്പോഴാണ് അദ്ദേഹം സ്ക്രീനിംഗ് കമ്മിറ്റിയെ KPCC അധ്യക്ഷ സ്ഥാനവും കൂടി തനിക്ക് നൽകണമെന്ന ആവശ്യം അറിയിക്കുന്നത്. ലീഗ് കണ്ണൂർ ആവശ്യപ്പെട്ടപ്പോൾ K സുധാകരൻ പറയുന്നു താൻ അവിടെ മത്സരിക്കുമെന്ന്. ലീഗ് 2 സീറ്റ് മതി എന്ന തീരുമാനമെടുത്ത ഉടൻ K സുധാകരൻ പറയുന്നു താൻ കണ്ണൂരിൽ മത്സരിക്കുന്നില്ല എന്ന്. അതായത് കണ്ണൂരിൽ നിന്ന് ലീഗിനെ തന്ത്രപരമായി മാറ്റി നിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളി നടത്തിയത് K സുധാകരൻ തന്നെയാണ്. K സുധാകരൻ അല്ലെങ്കിൽ പിന്നീട് അവിടെ അദ്ദേഹത്തിൻ്റെ വലങ്കയായ ജയന്തൻ മതി എന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുന്നു. വടകരയിലേക്ക് പിന്നീട് വലുതായി ലീഗ് പോയില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, വടകരയിൽ മത്സരിക്കുന്നത് K മുരളീധരനാണ്. 3ാം സീറ്റ് എന്ന ലീഗിന്റെ ആവശ്യത്തെ കൃത്യമായി പിന്തുണച്ചത് മുരളീധരനായതുകൊണ്ട് തന്നെയാണ് വടകരയിൽ അങ്ങനെ ഒരു സീറ്റ് ആവശ്യപ്പെടാത്തത്. കോഴിക്കോട്ടേക്കായിരുന്നു 3ാം സീറ്റ് എന്ന ലക്ഷ്യം ലീഗ് കൃത്യമായി വെച്ചിരുന്നത്. വയനാട്ടിലും കണ്ണൂരിലും വടകരയിലും ഈ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് കോഴിക്കോട് തന്നേ മതിയാകൂ എന്ന തീരുമാനത്തിലായിരുന്നു ലീഗ് ആദ്യ സമയങ്ങളിലൊക്കെ നിലപാട് സ്വീകരിച്ചിരുന്നത്. ഇനി കോഴിക്കോട് 3ാം സീറ്റിന് സമ്മതിച്ചില്ല എങ്കിൽ ലീഗിന് ബലമുള്ള എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കുക എന്ന തീരുമാനം എടുക്കണം എന്ന് ലീഗിലെ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞിരുന്നു. അത് കോഴിക്കോടും പൊന്നാനിയും മലപ്പുറത്തും വടകരയിലും വയനാട്ടിലും കണ്ണൂരിലടക്കം ലീഗിന് ബലമുണ്ട് എന്ന് ലീഗ് വിശ്വസിക്കുന്ന എല്ലാ ഇടങ്ങളിലും കോൺഗ്രസിൽ നിന്ന് വിട്ടുനിന്ന് ഒറ്റയ്ക്ക് മത്സരിക്കുക, അല്ലാത്ത ഇടങ്ങളിലെല്ലാം കോൺഗ്രസിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക, ഒരു സൗഹൃദ മത്സരത്തിലൂടെ ലീഗിന്റെ കരുത്ത് തെളിയിച്ചു കൊടുക്കുക എന്നൊരു മധുര പ്രതികാരത്തിന് തയ്യാറാകണമെന്നായിരുന്നു ലീഗിന്റെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ കാലങ്ങളായുള്ള ബന്ധമായതുകൊണ്ടും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രിസ്ഥാനമൊക്കെ ആഗ്രഹിക്കുന്നതുകൊണ്ടാവണം ലീഗ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയില്ല. 2ൽ തന്നെ ഒതുങ്ങി രാജ്യസഭാ സീറ്റ് കൈനീട്ടി സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് EP ജയരാജൻ അവിടെ 2ാമത്തെ മുറിവുണ്ടാക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നു ലീഗിന് കോൺഗ്രസിനേക്കാൾ കരുത്തുണ്ട്, ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. ഇപ്പോഴും നിയമസഭയിലടക്കം കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിച്ചതും ഇനി എത്തിക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ അതും ഒക്കെ നടത്തുവാൻ കഴിയുന്ന കരുത്തുള്ള ഏക ഘടകകക്ഷി ലീഗാണ്. ആ ലീഗ് UDFിൽ നിന്ന് വിട്ടുനിന്നില്ല എങ്കിൽ ലീഗിനോടൊപ്പം നിൽക്കുന്ന വലിയ ജനപിന്തുണ കൊഴിഞ്ഞു പോകാനും ലീഗ് അപ്രസക്തമാകുവാനും സാധ്യതയേറെയാണ്. ഒന്നുകിൽ ഒറ്റയ്ക്ക് മത്സരിക്കുക, അല്ലെങ്കിൽ LDFിനോടൊപ്പം ചേരുക എന്നതാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. LDFിനോടൊപ്പം ചേരണമോ ഒറ്റയ്ക്ക് മത്സരിക്കണമോ എന്നുള്ളതൊക്കെ ലീഗിന്റെ തീരുമാനമാണെന്നും താൻ പറഞ്ഞാൽ ലീഗ് കേൾക്കുമായിരുന്നുവെങ്കിൽ അത് താൻ പറഞ്ഞേനെ എന്നും EP ജയരാജൻ പറയുന്നു. ഒരു മാധ്യമ സ്ഥാപനത്തിന് നൽകിയ അഭിമുഖത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം ചില രാഷ്ട്രീയ കുരുക്കുകൾ ലീഗിനും UDFിനും ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വലിയ തോതിൽ ചർച്ചയായാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കാര്യമായി ബാധിക്കും. കൂടുതൽ സീറ്റുകൾ ചോദിക്കാനുള്ള സാധ്യത, 5ാം മന്ത്രിസ്ഥാനം ചോദിക്കാനുള്ള സാധ്യത, അങ്ങനെ ഉണ്ടായാൽ ആ പടലപ്പിണക്കം രൂക്ഷമാകും. അങ്ങനെ രൂക്ഷമായാൽ മലബാർ മേഖലയിൽ നിലവിൽ ഇടതുപക്ഷത്തിനില്ലാത്ത മേൽക്കൈ ഉണ്ടാക്കുവാൻ ഇടതുപക്ഷത്തിന് സാധിക്കും. ഇടതുപക്ഷത്തിനോടൊപ്പം ലീഗിനെ ചേർത്താൽ
അടുത്ത തവണ കൂടി ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വരാമെന്ന കൃത്യമായ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ആദ്യ ചുവടാണ് ഇ പി ജയരാജൻ ഇവിടെ നടത്തിയിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും.